അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദി പ്രവാസിയോട് പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ഷെയർ ചെയ്യട്ടെ. സൗദി അറേബ്യയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. ജയിലിൽ മാറി നാട്ടിൽ പോയവരുണ്ട്, ഉറുബായി പോയവരും അങ്ങനെ പല പോയവരൊക്കെ ഉണ്ട്. അതിൽ ചില ആളുകൾ ഈ ഉറുബായിലൊക്കെ നാട്ടിൽ പോയിട്ട് പുതിയ വിസയ്ക്ക് തിരിച്ചു വന്നവരുണ്ട്. ചില ആളുകൾക്ക് വരാൻ പറ്റാത്തവർ അവിടെ നിന്ന് തന്നെ റിജക്റ്റ് ആയവരുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് വിസ അടിക്കാൻ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വിസ അടിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വരാം. വിസ അടിച്ച് കിട്ടില്ല വരാൻ കഴിയില്ല. അത് വന്നവരും വരാത്തവരുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഫിംഗർ അഥവാ ഭസ്മം വായിക്കാൻ ആർക്കും കഴിയില്ല. രാജകുടുംബത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ സമീപിക്കും, ഭസ്മാത ഫിംഗർ വായിക്കാം, നിങ്ങൾക്ക് വേറെ വിഷയക്ക് വരാം, ജയിൽമാർഗ്ഗ പേർക്ക് വരാം, ഉറൂബായിരിക്കും വരാം എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കും. അതിനൊന്നും നിങ്ങൾ വീഴരുത്. അങ്ങനെ സമ്പ്രദായം സൗദര്യമില്ല. ഇനി അഥവാ അവർ നിങ്ങളോട് ഫിംഗറൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിഷയം തരും, ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യും. പക്ഷെ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ നാട്ടിലേക്ക് 2 കൊല്ലോ 3 കൊല്ലം തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ ഫിംഗർ വെക്കുമ്പോൾ ആ ഫിംഗർ മുങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി എന്ന് ചോദിച്ച് നിങ്ങളെ കൊണ്ട് ജയിലിലിടും. അപ്പോൾ അതിനുള്ള സാഹചര്യത്തിൽ മുതിരണ്ട. ജയിൽ മാർഗോ മറ്റോ കേസുമായിട്ട് മറ്റോ പോയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്. വിസ അടിക്കാൻ കൊടുത്ത് വിസ അടിക്കുമ്പോൾ അടിച്ച് കിട്ടിയാൽ വരാം, അല്ലാതെ വരാൻ കഴിയില്ല. അല്ല, ഫിംഗർ വായിക്കാൻ ഇതുവരെ ആർക്കും സൗദി അറേബ്യയിൽ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, മറക്കണ്ട. എൻ്റെ സമസ്യ കൊടുക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും.